أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين أما بعد. നമ്മൾ സമർക്കന്ദിയ കിതാബ് തീർന്നില്ലേ? ഞാൻ അതിൻ്റെ വൽഹാസിർ എന്ന് പറഞ്ഞു നോക്കാം. അതിലെ പ്രധാനപ്പെട്ട ചർച്ചകൾ മാത്രം ഒന്ന് പറഞ്ഞു പോയേക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ളത് അമ്മാ ബഅദു ഫഇന്ന മആനിയൽ ഇസ്തിആറാത്തി. അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഇസ്തിആറാത്തിന്റെ മാനകൾ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാം എന്നവരുടെ ഷറഹിൽ ഇസ്തിആറത്ത് എന്ന് പറഞ്ഞാൽ പോരെ, ഇസ്തിആറാത്ത് എന്തിനാ പറഞ്ഞത് എന്ന് പറഞ്ഞു. കാരണം ഇസ്തിആറത്ത് എന്ന പദം മൂന്നിലും മുസ്തറക്കായിട്ടുള്ള ഒരു പദമാണ്. അതായത് മൂന്ന് പ്രധാനപ്പെട്ട ഖിസ്മുകളാണല്ലോ ഇസ്തിആറത്ത്: തസ്രീഹിയ, മഖനിയ, തഖീലിയ. മൂന്നിലുമുള്ളതാണ് ഇസ്തിആറത്ത്. അപ്പൊ ഇസ്തിആറത്തിന്റെ മാനകൾ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതിന് പല മറുപടികളും അതിന്റെ ഹാഷികളിൽ പല പണ്ഡിതന്മാരും പറഞ്ഞു. അതിലൊന്ന് ഇസ്തിആറാത്ത് അല്ല് ജിൻസിന്റെ അല്ലാക്കുക. ജിൻസിന്റെ അല്ലാക്കുമ്പോൾ പിന്നെ അവിടെ ജംഇയ്യത്തൊക്കെ ബാത്തിലാകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്തിആറാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിആറത്ത് എന്ന് പറഞ്ഞ ഫലത്തിലേക്കാരം. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്തിആറാത്ത് എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ലഫ്ലുകൾ, ഓരോ ഇസ്തിആറത്തിന്റെയും പദം ഉണ്ടല്ലോ. ഇസ്തിആറത്ത് തസ്രീഹിയ എന്നൊരു ഇസ്തിആറത്ത്, പിന്നെ മക്കിനിയ എന്നുള്ള ഇസ്തിആറത്ത്, തഖീലിയ എന്നുള്ള ഇസ്തിആറത്ത്. മനസ്സിലായല്ലോ? അപ്പൊ ആ നിലക്ക് മൂന്ന് ഇസ്തിആറത്തുകൾ എന്ന് പറഞ്ഞാൽ അൽഫാലുകൾ. മനസ്സിലായില്ലേ? അതിന്റെ മാനകൾ എന്ന് പറഞ്ഞാൽ മാനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന താരീഫുകളാണ്. തസ്രീഹിന്റെ താരീഫ്, മക്കിനിയുടെ താരീഫ് ഒക്കെ പറയണ്ടല്ലോ. ആ താരീഫുകളാണ് മാനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു മുഹഷി പറഞ്ഞത് ഈ സ്ഥലം തന്നെ ഇങ്ങനെ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, ഈ എഅ്തിബാരിയായ ഒരു തഅദ്ദുദ് മതിയല്ലോ എന്ന്. അഥവാ ഈ അൽഫാലുകൾ തന്നെ അതിനൊരു ന്യായമായിട്ട് പറഞ്ഞു. അതായത് ഇസ്തിആറത്ത് തസ്രീഹിയ എന്ന ആ ഒരു ഇസ്തിആറത്ത്, മക്കിനിയ എന്ന ആ ഇസ്തിആറത്ത്, പിന്നെ തഖീലിയ എന്നുള്ള ഇസ്തിആറത്ത്, അങ്ങനെ മൂന്ന് വ്യത്യസ്തമായ മൂന്ന് ഇസ്തിആറത്ത് മൂന്ന് അർത്ഥങ്ങളല്ലേ അറിയിക്കുന്നത്. അപ്പൊ ആ നിലക്കും മൂന്ന് പദങ്ങൾ കിട്ടിയില്ലേ? മൂന്ന് അർത്ഥത്തെ അറിയിക്കുന്ന മൂന്ന് ഇസ്തിആറത്ത്. അങ്ങനെ ഇസ്തിആറത്തുകൾ. അപ്പൊ ആ ഇസ്തിആറത്തുകളുടെ മാനകൾ എന്ന് പറഞ്ഞതിന്റെ താരീഫുകൾ. വമാ യതഅല്ലഖു ബിഹാ, അവകളുമായി ബന്ധപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ ആ ഇസ്തിആറത്തുന്നോ ഇസ്തിആറത്തിന്റെ മാനകൾ എന്തു ആക്കാം. ആ ഇസ്തിആറത്തിന്റെ മാനകളോട് ബന്ധപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അഖ്സാമുകള്, അതിന്റെ ഖറായിനുകള്. ഇതാണ് ഉദ്ദേശം. ആ ഉദ്ദേശം അതാണെന്ന് ഇങ്ങനെ മനസ്സിലായ ശേഷം മൂപ്പര് വ്യക്തമായിട്ട് പറഞ്ഞു തഹ്ഖീഖ് മഅൽ ഇസ്തിആറത്തി ഇസ്തിആറാത്തി വഅഖ്സാമിഹാ വഖറായിനിഹാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാ യതഅല്ലഖു ബിഹാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തിആറത്തിന്റെ അഖ്സാമുകൾ, അതുപോലെ ഇസ്തിആറത്തിന്റെ ഖരീനത്തുകൾ, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ എന്താണ് കിതാബുകളിൽ, ബലാഗയുടെ ഇൽമുൽ ബയാന്റെ കിതാബുകളിൽ വളരെ മുഫസ്സലായ നിലക്ക് എന്ന് പറഞ്ഞാൽ മുശത്തത്തായിട്ട് എന്നുള്ള അതിന്റെ അർത്ഥം. മുശത്തത്തായ നിലക്ക് പറയപ്പെട്ടിട്ടുണ്ട്. ലബത്ത് പ്രയാസാണ്, ലബത്ത് ചെയ്യൽ പ്രയാസാണ്. അപ്പോൾ മുസന്നിഫ് എന്തു ചെയ്തു? മുസന്നിഫ് അതിനെ എല്ലാം കൂടി ഓരോരുത്ത് ഒരുമിച്ച് കൂട്ടുന്ന തരത്തിൽ മജ്മുഅത്തായ നിലക്ക് മുസന്നിഫ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. മജ്മുഅത്തായ നിലക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ മുസന്നിഫ് ഇതിലൂടെ, ഈ ഒരു വർത്താനത്തിലൂടെ, സംസാരത്തിലൂടെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ റിസാല രചിക്കാനുള്ള കാരണം വിശദീകരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ റിസാല രചിക്കാനുള്ള കാരണം പറഞ്ഞാണ് ഖൗമിന്റെ കിതാബുകളെല്ലാം മുശത്തത്തായ നിലക്കാണ്. അതുകൊണ്ട് മുജ്മലായ മജ്മുഅത്തൻ ഫി മഹല്ലിൻ വാഹിദ് ആ നിലക്ക് കൊണ്ടുവരാൻ മുസന്നിഫ് ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണ് മുസന്നിഫ് ഈ ഇസ്തിആറത്തിന്റെ എന്ന ഖിസ്മ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, അതിന്റെ ചർച്ച മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്നത്. മനസ്സിലായല്ലോ? പിന്നെ ഖറായിനിഹ എന്നത് ഇസ്തിആറത്തിന്റെ കരീനത്തുകൾ എന്നോടത്ത് എല്ലാതിന്റെയും കരീനത്ത് അവിടെ തഹ്ഖീഖ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ സംസാരില്ല തഹ്ഖീഖ് മഅൽ ഇസ്തിആറത്തിന്റെ അവിടെയാണ്. വഖസാമിഹ വഖറായിനിഹ, അത് അവകളുടെ കരീനത്തുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മുഹഷി അതിനെ തഅ്വീൽ ചെയ്തു. ഈ ഖറായിനിഹ എന്നാൽ മുഹ്താജത്തിലെ തഹ്ഖീഖ് ആവശ്യമുള്ള കരീനത്തുകൾ എന്ന് പറഞ്ഞാൽ എന്നാണ് ഉദ്ദേശം. അതാരാണ്? ഇസ്തിആറത്ത് മക്കിനിയുടെ കരീനത്താണ്. ഇസ്തിആറത്ത് മക്കിനിയുടെ കരീനത്തിന് മൂപ്പര് തഹ്ഖീഖ് ചെയ്യുന്നുണ്ട്. അൽ മുഖ്താർ എന്ന അൽ ഇഖ്ദു സാലിസിൽ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തഅ്വീൽ ചെയ്യാം.
ഖറായിനിഹ എന്ന് പറഞ്ഞാൽ തഹ്ഖീഖ് ആവശ്യമുള്ള കരീനത്തുകളിൽ നിന്ന്, അതും കരീനത്തുകൾ നമ്മൾ പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ അതിനെക്കാളും നല്ലത് മറ്റൊന്നുള്ളത് തഹ്ഖീഖിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നല്ലോ. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ അലാ വജ്ഹിൽ ഹക്ക് കൊണ്ടുവരിക എന്ന്. അഭിപ്രായങ്ങളാണെങ്കിലും അഭിപ്രായങ്ങളെ അതിന്റെ അലാ വജ്ഹിൽ ഹക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തസ്രീഹിന്റെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വിശദീകരണത്തിന് ആവശ്യമില്ല, കാരണം എല്ലാവർക്കും ഒരു അഭിപ്രായമാണ് അവിടെ. മനസ്സിലായില്ലേ? എന്താ മുഷബ്ബഹിന്റെ മുലായിമിനെ പറയാന്നല്ലേ, അവിടെ തർക്കമില്ല. പക്ഷെ അലാ വജ്ഹിൽ ഹക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ അലാ വജ്ഹിൽ ഹക്ക് കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശം എന്നാക്കുക. മനസ്സിലായല്ലോ? ഇനി ഒന്നാം യഖദില് മുഫ്രദായ മജാസിനെ പറ്റിയാണ് പറഞ്ഞത്. അതിലൊന്നും ചർച്ച ചെയ്യാനില്ല. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അലാഖത്ത് മുഷാബഹത്ത് അല്ലെങ്കിൽ മജാസ് മുർസലാണ്, അലാഖത്ത് മുഷാബഹത്ത് ആണെങ്കിൽ ഇസ്തിയാറത്ത് മുസറഹത്താണ് എന്നാണ്. ഇസ്തിയാറത്ത് മുസറഹത്ത് തന്നെ ആവണമെന്നില്ലല്ലോ. ഇസ്തിയാറത്ത് മക്കിനിയത്താകാം, തഖീലിയത്തൊക്കെ ആവുമല്ലോ മുഷാബഹത്ത് ആണെങ്കിൽ. പിന്നെ എന്താ മുസറഹത്തിനെ പറഞ്ഞത്? അതിനെന്താ നമ്മൾ പറഞ്ഞത്? അവിടെ ഇസ്തിയാറത്ത് മുസറഹ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കിസ്മ്. ആ നിലക്ക് അതിനെ കൊണ്ടുവന്നതാണെന്ന് പറയാം. മനസ്സിലായല്ലോ? പിന്നെ രണ്ടാം ഫരീദയിലാണ് നമ്മളെ പ്രധാനപ്പെട്ട ചർച്ച ഉള്ളത്. എന്താണ്? മുസ്തആർ ഇസ്മി ജിൻസ് ആണെങ്കിൽ ഇസ്തിയാറത്ത് അസ്ലിയത്താണ്. അഥവാ ഇസ്മി ജിൻസ് എന്ന് പറഞ്ഞാൽ ഇസ്മൻ ഗൈറ മുസ്തഖിൻ, മുസ്തഖല്ലാത്ത ഇസ്മാണെങ്കിൽ ഇസ്തിയാറത്ത് അസ്ലിയത്താണ്, അല്ലെങ്കിൽ ഇസ്തിയാറത്ത് തബഈയത്താണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് തബഈയത്ത് എന്ന് പറയാൻ കാരണം? അത് അസിൽ മസ്തറില്ലാതെ നടന്നതിന് വേണ്ടി. ഇസ്തിയാറത്ത് ഫിയലിലുള്ളതാണെങ്കിൽ, അതായത് മുസ്തഖിലാണെങ്കിൽ അതിൽ തബഈയത്ത് എന്ന് പറയാൻ കാരണം എന്താ? മസ്തറിൽ ആദ്യം നടക്കുന്നു, പിന്നെ ഇങ്ങോട്ട് തബഅ നിലക്ക് ഫിയല് അത് മുസ്തഖാത്തുകൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട്. ഹർഫിന്റെ മാനയിലോ, ഹർഫിന്റെ കാര്യത്തിലാണെങ്കിൽ തബഈയത്ത് എന്ന് പറയാൻ കാരണം അതിന്റെ ആ ഒരു കുല്ലിയായ മാനയിൽ അതിന് മുതഅല്ലഖാത്തുകളിൽ ആദ്യം നടന്ന് അസ്ലിയായിട്ട് നടന്നിട്ട് പിന്നെ തബഅ നിലക്ക് ഈ ജുസ്ഇയാത്തുകൾ അറിയിക്കുന്ന ഹർഫിന്റെ മാനകളിൽ ഇസ്തിയാറത്തുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് തബഈയത്ത് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പ്രധാന ചർച്ച ഇസ്മ ജിൻസിൻ എന്നതിലേക്ക് ഇസ്മൻ ഗൈറ മുസ്തഖിന് തഅ്വീൽ കൊടുത്തു. അപ്പോൾ ഇസ്മ ജിൻസിൻ എന്നതിലേക്ക് തഫ്സീർ കൊണ്ടുവരുമ്പോൾ ഇസ്മ ജിൻസ് എന്ന് പറഞ്ഞാൽ ഇസ്മൻ ഗൈറ മുസ്തഖിൻ എന്നാകും. അപ്പൊ മുസ്തഖ് അല്ലാത്ത ഏത് ഇസ്മും എന്നാകും അർത്ഥം. അപ്പൊ സാധാ മുഅവ്വലാവാത്ത അലമുകള്, മുഅവ്വലല്ലാത്ത തഅ്വീൽ ചെയ്യാൻ പറ്റാത്ത അലമുകള്, സെയ്ദ് അംർ പോലെയുള്ള അലമുകളൊക്കെ മുസ്തആർ ആകും, ഇസ്മി ജിൻസ് ആകും എന്നാകും. എന്നാൽ അവകളിൽ എന്ത് നടക്കൂല? ഇസ്തിയാറത്ത് നടക്കുകയും ഇല്ല ഖൗമിന്റെ മദ്ഹബ് പ്രകാരം. മനസ്സിലായല്ലോ? അവിടെ ദഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടെ ഇസാം എന്നവർക്ക്, സയ്യിദ് ഷെരീഫ് അവർക്കൊക്കെ ഒരു മദ്ഹബ് ഉണ്ട്. അങ്ങനെ മുസ്തആർ എന്താവണമെന്നില്ല, ഇസ്മി ജിൻസ് ആവണമെന്നില്ല എന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അതാണ് പ്രശ്നം. അതിനെ ഒഴിവാക്കാൻ അപ്പൊ ശരിക്കും എങ്ങനെ പറയേണ്ടിയിരുന്നു? ഇസ്മ ജിൻസിൻ ഗൈറ മുസ്തഖിൻ ഐ എന്നത് ഒഴിവാക്കിയിട്ട് ഗൈറ മുസ്തഖിന് കൈത് കൊടുത്ത് പറയാ. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്മെന്ന് ഒഴിവാക്കിയിട്ട് ഐ ഗൈറ മുസ്തഖിന്ന് പറയാം. ഇസ്മ ജിൻസിൻ ഗൈറ മുസ്തഖിന്ന് പറയാത്തതിന്റെ കാരണം മുസന്നിഫ് ഉദ്ദേശിച്ചത് കൗമ് പറഞ്ഞ ഇബാറത്തിനെ കൊണ്ടുവന്ന് കൈത് കൊടുക്കാനാണ്. അപ്പൊ കൗമിന്റെ ഇബാറത്തിനെ കൊണ്ടുവന്നൊരു ഫാസിലത്തായ ഐ എന്ന് പറയും. അതായത് ഇതിന്റെ അഭിപ്രായമാണ്, ഇനി അടുത്ത പറയാനുള്ള അറിയിക്കാൻ ഫാസിലത്തായ ഐ എന്ന് പറയും. ആ ഐ ഇട്ടിട്ട് ഗൈറ മുസ്തഖിൻ എന്ന് കൊടുത്താൽ ആ പ്രശ്നം തീർന്നിരുന്നു. ഇസ്മെന്ന് കൂട്ടിയതാണ് പ്രശ്നമായത്. നമ്മളതിന് ന്യായം പറഞ്ഞു. എന്ത്? ഇസ്മൻ എന്നതുകൊണ്ട് ഇസ്മൻ കുല്ലി എന്ന് ഉദ്ദേശിക്കാന്ന്. അതിനെപ്പറ്റി ഇസാം എന്നവർ തക്കല്ലുഫ്, അവിടെയുള്ള ഈ വക തഅ്വീലുകളെ പറ്റിയിട്ടൊക്കെ തക്കല്ലുഫാത്തിന് ഇവിടെ ഒരുപാട് തക്കല്ലുഫ് ഉണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരിയാണ്. പക്ഷെ നമുക്ക് പറ്റും. അതായത് ഇസ്മൻ സാധാരണ നെക്കിറയെ ഒരു ആദ്യം നെക്കിറ പറഞ്ഞു വീണ്ടും നെക്കിറ പറയുമ്പോ ആ നെക്കിറ ഉദ്ദേശിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? മാരിഫയായിട്ട് പറയുമ്പോ പറ്റും. റജുൽ വന്നു, അർ റജുൽ, എന്റെ അടുത്ത് ജാഅനി റജുലുൻ അർ റജുൽ, ആ മനുഷ്യൻ. ഇത് നെക്കിറയായിട്ടാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ ഇസ്മി ജിൻസിന് അർത്ഥം കിട്ടൂല. മനസ്സിലായില്ല? അപ്പൊ പ്രശ്നം വരിക. എന്നാൽ ഉറുഫിന്റെ സഹായത്തിൽ നമ്മൾ ഉറുഫിന്റെ ഖരീനത്തുൽ ഉറുഫ് കൊണ്ട് ആ സാഹചര്യത്തിന് ദലീൽ കൊണ്ട് ഇവിടെ ഇസ്മു കൊണ്ട് ഇസ്മു ജിൻസാണ് ഉദ്ദേശം. കാരണം അലമു ഷഖ്സ് പറ്റിയിട്ട് ആരും എന്ത് ഇസ്മു ജിൻസ് എന്ന് പറയാറില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് ഇസ്മൻ ഗൈറ മുസ്തഖിൻ എന്ന് പറഞ്ഞാൽ ഇസ്മൻ കുല്ലിയൻ എന്നാണ്, അല്ലെ ഇസ്മ ജിൻസിൻ ഗൈറ മുസ്തഖിൻ എന്നാണ്. ആ ഒരു കാര്യത്തോണ്ട് കിട്ടും. അങ്ങനെ തവീൽ ചെയ്യാം. മനസ്സിലായല്ലോ? അതാണ് അവിടെയുള്ള ചർച്ച. ഇനി രണ്ടാമത്തെ ഫരീദയിൽ എന്താ പറഞ്ഞത്? സക്കാക്കി ഇമാമിന്റെ മദ്ഹബ്. സക്കാക്കി ഇമാമിന് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ഒരു തഖ്സീമുണ്ട്. മുസ്തആർ ലഹുവിനെ പരിഗണിച്ചുകൊണ്ട്. മുസ്തആർ ലഹു ഹിസ്സിലോ അഖലിലോ, ഹിസ് കൊണ്ട് ഇതറാക്ക് ചെയ്യപ്പെടുന്ന നിലക്ക്, അഖല് കൊണ്ട് ഇതറാക്ക് ചെയ്യപ്പെടുന്ന നിലക്ക്, ഹിസ് കൊണ്ടോ അഖല് കൊണ്ടോ ഇതറാക്ക് ചെയ്യപ്പെടുന്ന നിലക്ക് മുഹഖഖായ നഫ്സുൽ അംറിൽ മുഹഖഖായ വുജൂദ് ഉണ്ടെങ്കിൽ ആ ഇസ്തിആറത്തിനേക്ക് തഹ്ഖീഖിയ്യത്തൊന്നും അങ്ങനെ മുഹഖഖായ ഒരു വുജൂദ് ഇല്ലെങ്കിൽ, അഥവാ വഹ്മിയാണ്, വഹ്മിയായ വുജൂദാണെങ്കിൽ, തഖീലിയായ വുജൂദാണെങ്കിൽ മുസ്തആർ ലഹുവിനിക്ക് എങ്കിൽ അതിനിക്ക് തഖീലിയത്ത് എന്നും പേര് പറയും എന്നാണ് അവിടെ സക്കാക്കി പറഞ്ഞത്. ശേഷം അതിന്റെ സക്കാക്കിയുടെ മദ്ഹബ് ശേഷം വരുന്നുണ്ടല്ലോ. ഇനി നാലാമത്തെ ഫരീദയിൽ പറഞ്ഞത് മുറശ്ശഹ. ആ ഓഹരി പറയുന്നുണ്ടല്ലോ അല്ലേ, ഇസ്തിആറത്ത് മുറശ്ശഹ, ഇസ്തിആറത്ത് മുത്ലഖ, ഇസ്തിആറത്ത് മുജറദ. ആ ഒരു തഖ്സീം നടത്തിയിട്ടുണ്ട്. അപ്പൊ അഖ്സാമിഹയിൽ ഇതും ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഖിസ്മുകളിലും പറഞ്ഞിട്ടില്ല. ഇസ്തിആറത്ത് എന്നുള്ള നിലക്ക് പറഞ്ഞിരിക്കണ്. മനസ്സിലായല്ലോ? എന്നാൽ ഇസ്തിആറത്ത് മക്കിനിയ, തഖീലിയ ആ നിലക്ക് ഓഹരികൾ പറഞ്ഞിട്ടില്ല. ഓക്കെ. അതിനെ പറ്റിയിട്ട് ഒന്നും ചർച്ച ഇല്ലല്ലോ, നമ്മൾ തഹ്ഫീദുൽ ഇഖ്വാനിലൊക്കെ ചെയ്തതാണ്. ഇനി അഞ്ചാം ഫരീദയിൽ പറഞ്ഞത് അത് പ്രധാനപ്പെട്ട ചർച്ചയാണ് അല്ലേ. എന്താണ്? തെർശീഹ് പറയപ്പെട്ടാൽ, ഇസ്തിആറത്തിനിക്ക് തെർശീഹ് പറയപ്പെട്ടാൽ, തെർശീഹ് എന്ന് പറഞ്ഞാൽ മുശബ്ബഹയുടെ മുലായിമിനെ പറയലാണല്ലോ. തെർശീഹ് പറയുമ്പോ അതുകൊണ്ട് ഹഖീഖിയായ മാന ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ അതിനെ മുശബ്ബഹിന്റെ മുലായിമിനിക്ക് ഇസ്തിആർത്ത് ചെയ്യപ്പെട്ടതാണെന്നും വെക്കാം എന്ന്. അവിടെ ഹഖീഖിയായ മാനാന്റെ മേൽ വെക്കുമ്പോൾ ഒരു ചോദ്യം വരും, അത് കളവാവൂലേ? റഅയ്തു അസദൻ യർമി ലഹു ലിബദ് എന്ന് പറയുമ്പോ, അമ്പെയ്യുന്ന സിംഹത്തെ ഞാൻ കണ്ടു, അവനക്ക് ജടയുണ്ടെന്ന് പറയുമ്പോ, ജടയില്ലെങ്കിൽ ലഹു ലിബദുൻ എന്ന് പറഞ്ഞാൽ കളവാവൂലേ എന്ന്. അപ്പൊ നമ്മൾ എന്തായത് മറുപടി പറഞ്ഞത്? അത് കളവാവൂല. കാരണം ലഹു ലിബദുൻ എന്നതുകൊണ്ട് ഒരു വാക്ക് അവിടെയുള്ള ഹിക്കായത്ത് ഉദ്ദേശമല്ല. അവിടെ ആ ഒരു ഇസ്തിആറത്തിനെ തഖ്വീദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഇസ്തിആറത്തിനെ തഖ്വീദ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് ആ നിലക്ക് നോക്കുമ്പോൾ കളവല്ല. ബാജൂരി പറഞ്ഞല്ലോ. ഇനി മുസ്തആർ ലഹുവിന്റെ മുലായിമിന് വേണ്ടി വായ്പ വാങ്ങപ്പെടുമ്പോ അങ്ങനെയും ആകാം. മനസ്സിലായല്ലോ? അപ്പൊ പിന്നെ വാണ്ടി വരും. അല്ലെങ്കിൽ വഹ്മിയായിട്ട് സങ്കല്പിക്കൽ എന്നുള്ളത് കൗമിന്റെ അടുക്കലില്ലല്ലോ. അപ്പൊ അതിനോട് സാദൃശ്യമായ മുലായിമ അതിന് വേണമല്ലോ, എന്നാലേ വായ്പ വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇത് കശാഫിന്റെ ഇബാദത്ത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടെങ്കിലും അവിടെ തഫ്താസാനി ഇമാമൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്, തഫ്താസാനി ഇമാമ വിശദീകരിച്ചത് അവരുടെയൊക്കെ മദ്ഹബിൽ മനസ്സിലാവണത് ഇങ്ങനെ മുസ്തആർ ആയാൽ അതിൽ തർശീഹ് എന്ന് പറയില്ല എന്നാണ്. കാരണം മുശബ്ബിന്റെ മുലായിമിലേക്ക് പോയല്ലോ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഹഖീഖത്തുൻ മാനാക്കാകുമ്പോൾ മാത്രമാണ് എന്താകുന്നത്? മുറശ്ശഹയാകുന്നത്. മനസ്സിലായല്ലോ? അല്ലാത്തുമ്പോൾ അതിലേക്ക് തർശീഹ് എന്ന് പറയുകയില്ലാന്ന് പറ്റുന്ന് പറഞ്ഞവര് ലഫ്ലിനെ പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതായത് ലഫ്ലിൽ ഇത് മുശബ്ബയുടെ മുലായിമാണല്ലോ, ഇതുകൊണ്ട് ഉദ്ദേശം മുശബ്ബിന്റെ മുലായിമാണെങ്കിലും ആ ലഫ്ല് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ് തർശീഹ് എന്നുള്ള നിലക്ക്. ഈ രണ്ട് വജുഹും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്നാണല്ലോ. ആ ഒരു ആയത്തിൽ രണ്ട് വജുഹും സാധിക്കും. അവിടെ ഇഅ്തസമ എന്നുള്ളത് അതിന് ഹഖീഖിയ മാന കൊടുക്കാം. അപ്പൊ ആ ഒരു ഇസ്തിആറത്തിനെ തഖ്വീദ് ചെയ്യലേക്കാണ് ഉദ്ദേശം. അതുകൊണ്ട് കളവാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ വുസൂഖ് ബിൽ അഹദ്, ഈ കരാറിനെ കൊണ്ട് മുറുകെ പിടിക്കുക, കരാറ് ലംഘിക്കാതെ കൊണ്ടുപോവുക, ആ ഒരു മഅനാക്ക് ഇസ്തിആർത്ത് ചെയ്യപ്പെട്ടതാകാം. മനസ്സിലായല്ലോ? ഹാജിൽ മുഹഖഖാണ്, അഖലൻ നിലക്ക് ഇതറാക്ക് ചെയ്യപ്പെടുന്നതാണെന്നുള്ളൂ, വഹ്മിയല്ല. പിന്നെ ആറാമത്തെ ഫരീദയിൽ പറഞ്ഞത്
മജാസ് മുറക്കബിനെ സംബന്ധിച്ച് പറഞ്ഞു. മജാസ് മുറക്കബ് എന്താണ്? അൽ മുറക്കബു അൽ മുസ്തഅമലു ഹുവൽ മുറക്കബുൽ മുസ്തഅമലു ഫീ ഗൈരി മാ വുദിഅ ലഹു ലിഅലാഖതി മഅ ഖരീന. മാനിയത്ത് എന്നുള്ളത് നമ്മൾ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു അലാഖത്ത് മുശാബഹത്ത് അല്ലെങ്കിൽ അതിന് ഇസ്തിആറത്ത് എന്ന് പറയില്ല. അത് പ്രത്യേകിച്ച് പേരില്ല, കുല്ലിയായിട്ടൊരു പേരുണ്ടല്ലോ മജാസ് മുറക്കബ് എന്നുള്ള, ആ പേര് കൊണ്ട് തന്നെ അതിനെ വിളിക്കണം എന്നാണല്ലോ. മുശാബഹത്ത് ആണെങ്കിൽ ഇസ്തിആറത്ത് തംസീലിയ എന്ന് പേര് പറയും. മനസ്സിലായില്ല? തംസീൽ എന്താണ്? തശ്ബീഹ് ആണെന്ന് അറിഞ്ഞില്ലേ? തശ്ബീഹിനേക്കാൾ ആമാണെന്നല്ലേ പറഞ്ഞത്. ഇനി ഇഖ്ദു സാനി, ഇഖ്ദ് എന്നാണ് എന്ന് അത്താറിലുണ്ട്, മുഫ്തി സാദയിലൊക്കെ ഉണ്ട്. ഇഖ്ദ് കസ്ർ കൊണ്ട് വായിക്കണം എന്ന്. അൽ ഖിലാദത്ത് എന്നാണ് അർത്ഥം കൊടുത്തത്. ഖിലാദത്ത് ഈ വൽമുണ്ടിന്റെ ഷാളിന്റെ ഒക്കെ താഴത്തിന് ഇങ്ങനെ തൂങ്ങി കിടക്കുമല്ലോ, അതിനാണ് ഖിലാദത്ത് എന്ന് പറയല്. പക്ഷെ മുഫ്തി സാദന്റെ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാവുന്നത് തസീൻ ഉനുഖില് ഇടുന്ന മാല എന്നുള്ളൊരു ഇതിലാണ് സംസാരിക്കുന്നത്. ഇനി ഇഖ്ദു സാനി ഇസ്തിആറത്ത് ബിൽക്കിനായയുടെ മാനയെ തഹ്ഖീഖ് ചെയ്യാണ്, അതിന്റെ മദാഹിബിനെ തഹ്ഖീഖ് ചെയ്യാണ്. അവിടെ സംസാരിച്ച എന്താ? ആർക്കും എന്ത് തർക്കം, എന്തിന്റെ കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇസ്തിആറത്ത് മക്നിയയിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് സാദൃശ്യമാക്കിയിട്ട് മുശബ്ബഹിനെ മാത്രം പറയും. തശ്ബീഹിന്റെ അർക്കാനുകളിൽ നിന്ന് മുശബ്ബഹിനെ മാത്രം പറയും. എന്നിട്ട് ആ തശ്ബീഹിന്റെ മേൽ മുശബ്ബഹിന്റെ ഒരു മുലായിബിനെ ഇതിലേക്ക് ഇസ്ബാത്ത് ചെയ്തുകൊണ്ട് ആ റുംസ് എന്താണ് ഇശാറത്ത് ചെയ്യും. മനസ്സിലായല്ലോ? ഇതിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ തശ്ബീഹിന്റെ മേൽ അങ്ങനെ തന്നെ പറയണം. ഇസ്തിആറത്തിന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഖത്തീബുൽ ഖസ്വിനി തങ്ങളുടെ മദ്ഹബ് എതിരാവൂലേ? അപ്പൊ തശ്ബീഹിന്റെ മേൽ എന്തറിയിക്കുന്നു? അറിയിക്കാൻ വേണ്ടി മുശബ്ബഹ് ബിഹിയുടെ മുലായിമിനെ മുശബ്ബിനോട് കൂടെ പറയും. ഇതിലാർക്കും തർക്കമില്ല. പിന്നെ ഇവിടെ ഈ ഇസ്തിആറത്ത് ബിൽക്കിനായ എന്ന് ആരെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് എന്നതിലാണ് തർക്കം. മനസ്സിലായല്ലോ? അതിൽ പിന്നെ ഈ ഒരു ഇഖ്ദിൽ എത്ര ഫരീദകളുണ്ട്? ഈ ഇഖ്ദില് 3 ഫരീദകളുണ്ട്. അവസാനം 4-മത്തെ ഒരു ഫരീദ് ഉണ്ട്. അതിലെന്താ പറഞ്ഞത്? ആ 4-മത്തെ ഫരീദ കൊണ്ടുവന്നത് ഈ മുശബ്ബഹിനെ നമ്മൾ പറയല്ലോ, തശ്ബീഹിന്റെ അർക്കാനുകൾ മുശബ്ബഹിനെ പറയുന്നത് അതിന്റെ മൗലൂലഹു ആയ അതേ ലഫ്ള് കൊണ്ട് തന്നെ പറയണമെന്നുണ്ടോ, അതോ വേറെ മറ്റൊരു വസ്തുവിനോട് ഇസ്തിആറത്ത് തസ്രീഹ് ചെയ്തിട്ട് ആ മുസ്തആറായ പദം കൊണ്ട് പറഞ്ഞാൽ മതിയോ എന്നതിന് അതേ എന്നാണല്ലോ വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി 1-ാം ഫരീദയിൽ പറഞ്ഞത് ഖൗമിന്റെ മദ്ഹബ്. ഖൗമിന്റെ മദ്ഹബ് എന്താ? ഇസ്തിആറത്ത് ബിൽക്കിനായ എന്ന് പറഞ്ഞാൽ ലഫ്ളുൽ മുസ്തആർ അല്ല, ലഫ്ളുൽ മുശബ്ബഹി ബിഹി അൽ മുസ്തആറു ലിൽ മുശബ്ബഹി ഫിൻ നഫ്സി. അപ്പൊ നഫ്സിൽ മുശബ്ബഹിന് വേണ്ടി വായ്പ വാങ്ങപ്പെട്ട മുശബ്ബഹ് ബിഹിയുടെ പദം, അതാണ് ഇസ്തിആറത്ത് ബിൽക്കിനായ. അപ്പൊ ഇസ്തിആറത്ത് ബിൽക്കിനായത്ത് എന്നൊക്കെ പറയാൻ ന്യായമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ മറ്റൊരു ഇഷ്കാല് വന്നിരുന്നത് ഇസ്തിആറത്തിന്റെ താരീഫിൽ അൽ കലിമത്തു അൽ മുസ്തഅമലത്തിന്റെ തഹത്തിൽ വരുന്നതാണ് ഇസ്തിആറത്ത് ബിൽക്കിനായ. കലിമത്ത് എന്ന് പറഞ്ഞാൽ ഖൗലു മുഫ്രദ് എന്നാണ്. ഖൗൽ എന്ന് പറഞ്ഞാൽ അൽ ലഫ്ളു ദാലു അലാ മഅന എന്നാണ്. അപ്പൊ ലഫ്ള് ഇവിടെ ഉണ്ടോ? ഇല്ല. അത് നഫ്സിലൊരു സങ്കല്പമാണ്. മുസ്തഅമൽ എന്നുള്ളതില്ല. ഇസ്തിഅമാൽ എന്ന് പറഞ്ഞ ഒരു ജുംലയിൽ ഒരു കലാമിൽ കൊണ്ടുവരണല്ലോ ഒരു മാനാക്ക്. അങ്ങനെ ഒരു കലാമിൽ കൊണ്ടുവരലൊന്നും ഇവിടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ അൽ കലിമത്തുൽ മുസ്തഅമലത്തു എന്ന് അങ്ങനെ പറയാ. അപ്പൊ തഹ്ഖീഖൻ ഹുക്മൻ ഹഖീഖത്തൻ ഹുക്മൻ എന്ന് ഹാഷിയത്തുൽ അത്താർ തഅ്വീൽ ചെയ്തു. പക്ഷെ അവർ തന്നെ കഴിഞ്ഞതിന് ശേഷം അത് ബഈദായിട്ടാണ് കാണുന്നത്. വഫീ തഅമ്മുലുൻ. മനസ്സിലായല്ലോ? അപ്പൊ ഖൗമിന്റെ അഭിപ്രായം അങ്ങനെ. എന്നിട്ട് ആ ഒരു ഇസ്തിആറത്തിന്റെ മേൽ ഇവിടെ മുശബ്ബഹിനോട് കൂടെ മുശബ്ബഹിയുടെ മുലായിമിനെ പറഞ്ഞുകൊണ്ട്, ഉദാഹരണത്തിന് മനിയത്തിനോടുകൂടെ അൽഫാറിനെ പറഞ്ഞിട്ട് മരണത്തിന്റെ നഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ അറിയിക്കും? മനസ്സിലുള്ള ഈ ഒരു ഇസ്തിആറത്തിനെ അറിയിക്കുമെന്ന്. അപ്പൊ അൽഫാറുൽ മനിയത്തി എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ നഖങ്ങൾ. അപ്പൊ മരണം ഒരു സിംഹമായിട്ടുണ്ടെന്ന് കിട്ടും. ഇവിടെ ഖൗമ് പറയുന്നത് അവിടെ മുസ്തആറായ പദത്തെ അറിയിക്കുമെന്നാണ്. അവിടെ നമ്മളൊരു ഇഷ്കാല് പറഞ്ഞിരുന്നു. ഇവിടെ മുസ്തആറായ പദത്തെ അറിയിക്കും എന്നങ്ങനെ ലഭിക്കുന്നു.
അങ്ങനെ ലഭിക്കുന്നില്ലല്ലോ. മറിച്ച് ഈ ഒരു മനീയത്ത് എന്താണ് സബഇന്റെ വർഗത്തിൽ പെടുത്തിയിട്ടുണ്ട് എന്നാണല്ലോ അവിടെ അറിയിക്കുക. മരണത്തിന്റെ നഖങ്ങൾ എന്ന് പറയുമ്പോൾ അഥവാ സക്കാക്കിയുടെ മദ്ഹബ്, അത് ആ ഒരു നിലക്ക് നോക്കുമ്പോൾ സക്കാക്കിയുടെ മദ്ഹബാണ് ഉഷാറ്. സക്കാക്കിയുടെ മദ്ഹബ് അറിയിച്ചു തരുന്നതാണ് ആ ഒരു ഇത്തിഹാദ്. മനസ്സിലായല്ലോ? അപ്പൊ ഖൗമിന്റെ മദ്ഹബ് പ്രകാരം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാ ഈ ഒരു മദ്ഹബിനെയാണ് മുസന്നിഫ് തങ്ങൾ മുഖ്താറാക്കുന്നത്, സലഫിന്റെ മദ്ഹബ്. ഇനി രണ്ടാം ഫരീദയിൽ പറഞ്ഞത് സക്കാക്കിയുടെ മദ്ഹബാണ്. സക്കാക്കിയുടെ ഇസ്തിയാറത്ത് ബിൽക്കിനായ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചുള്ളത്. സക്കാക്കി എന്താ പറഞ്ഞത്? ഇസ്തിയാറത്ത് ബിൽക്കിന എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ സ്വരീഹ നിലക്ക് പറഞ്ഞ മുഷബ്ബഹിന്റെ പദമാണ്. മുഷബ്ബഹിന്റെ പദമാണ് ഇസ്തിയാറത്ത് ബിൽക്കിനായ. അപ്പൊ അതിന് ഇസ്തിയാറത്ത് ആവണമെങ്കിൽ മജാസ് ആവണ്ടേ? മജാസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ വൈറുമാവുലഹുൽ ഉപയോഗിക്കണ്ടേ? വൈറുമാവുലഹുൽ ഉപയോഗിക്കണല്ലോ. ആ ഇവിടെ അങ്ങനെയുണ്ടോ? മനിയത്ത് എന്ന് പറഞ്ഞാൽ മരണം തന്നെയല്ല അർത്ഥാക്കണത് എന്നൊരു ചോദ്യം സക്കാക്കിക്കെതിരെ വരും. അപ്പൊ സക്കാക്കി പറയും, ഇവിടെ മനിയത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണല്ലോ, ഇവിടെ സിംഹമായ മരണം എന്നാണ് അർത്ഥം. അപ്പൊ ആ ഒരു തഗായുർ മതിയല്ലോ. അപ്പൊ വൈറുമാവുലഹുൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? എന്നിട്ടോ ഇവിടെ മനിയത്ത് എന്ന് പറഞ്ഞാൽ വെറും മരണമല്ല, എന്താണ് സിംഹമായ മരണമാണ് എന്നറിയിക്കുന്ന കരീനത്താര ആ മനിയത്തിന്റെ ഇപ്പം മധുഫാറിനെ പറഞ്ഞു. കാരണം മരണത്തിന്റെ നഖങ്ങൾ എന്ന് പറയുമ്പോ നഖം ഉണ്ടാവുന്ന സിംഹമായ മരണമാകുമ്പോഴാണല്ലോ അതിന് നഖങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ ആ കരീനത്തെ കറക്റ്റ് ആണ്. ഇസ്തിയാറത്ത് തഖീരിയപ്പാര ആ കരീനത്ത് അൽഫാർ എന്ന പദമാണ്. മനസ്സിലായല്ലോ? അതിന് ആ കരീനത്തിനെ സംബന്ധിച്ച ശേഷം വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതാണ് സക്കാക്കിയുടെ മദ്ഹബ്. അതിനെതിരെ ഒരുപാട് ചർച്ചകൾ വന്നിരുന്നു. നമ്മൾ അതിന്റെ ഹാഷികളിലൊക്കെ വായിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ സക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം ഇസ്തിയാറത്ത് എന്ന് പറയൽ ലാഹിറാണ്. ആ ഒരു തസ്മിയത്ത് വജൂഹ് തസ്മിയത്ത് ലാഹിറാണ്. മക്കിനിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ലാഹിറിൽ വരും. ഇവിടെ മക്കിനിയത്തല്ല സ്വരീഹ നിലക്ക് ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഇത് ഒരു ഇത്തിഹാദിനെ അറിയിക്കുന്നുണ്ടല്ലോ. ആ ഒരു നിലക്ക്, അതായത് വർഗത്തിൽ പെട്ടു എന്ന് അറിയിച്ചതല്ലോ, ആ ഒരു നിലക്ക് ആണ് മക്കിനിയത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ സക്കാക്കിക്ക് വന്നൊരു പ്രശ്നം ഇവിടെയല്ല. ഇസ്തിയാറത്ത് തബഇയ്യയെ, അതായത് കൗമ് പറഞ്ഞ ഇസ്തിയാറത്ത് തബഇയ്യ എന്ന കിസ്മിനെ അദ്ദേഹം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കിസ്മില്ല. തബഇയ്യത്ത് എന്നൊരു കിസ്മില്ല. അതെല്ലാം മക്കിനിയത്തിന്റെ തഹത്തിൽ വരും. അതായത് നമ്മൾ കൗമ് തബഇയ്യത്തായിട്ട് എണ്ണുന്നതൊക്കെ ഇസ്തിയാറത്ത് മക്കിനിയായിട്ട് ആരെണ്ണും? സക്കാക്കി എണ്ണും. മനസ്സിലായല്ലോ? പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? ഇസ്തിയാറത്തിനെ മക്കിനിയായിട്ട് എണ്ണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞു, ഒരു ഉദാഹരണം വെച്ച് വിശദീകരിച്ചല്ലോ. നത്തഖദിലെ ഹാൽ എന്ന് പറയുമ്പോ ഈ തബഇയ്യ കൗമ് നത്തഖദിൽ തബഇയ്യത്തുണ്ടെന്ന് പറഞ്ഞു. സക്കാക്കി എന്ന് പറഞ്ഞു അത് ഇസ്തിയാറത്ത് മക്കിനിയല്ല, ഇസ്തിയാറത്ത് മക്കിനിയുടെ കരീനത്താകുന്ന തഖീലിയ എന്ന് പറഞ്ഞു. അപ്പൊ സക്കാക്കി തബഇയ്യത്തിനെ മക്കിനിയത്തിലേക്ക് മടക്കി എന്ന് പറഞ്ഞാൽ മക്കിനിയത്തിനെ കരീനത്തിലേക്ക് മടക്കി, തബഇയ്യത്തിന്റെ കരീനത്തിനെ മക്കിനിയുമാക്കി. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഹാൽ എന്നതിനെ ഒരു ഇൻസാനോട് സാദൃശ്യമാക്കി. നത്തഖദിലെ ഹാൽ എന്നുള്ളടത്ത് ഹാൽ എന്നതിനെ ഇൻസാനോട് സാദൃശ്യമാക്കി ഇദ്ദിആ ചെയ്തു. അപ്പോ ഈ ഹാൽ എന്നതുകൊണ്ട് മനുഷ്യനായ ഹാൽ സാഹചര്യം അർത്ഥം കൊടുത്തു. അതിനെ അറിയിക്കാൻ വേണ്ടി നത്തക്ക എന്ന മനുഷ്യന്റെ മുലായമായ ഇൻസാന മുലായമായ നത്തക്ക പറഞ്ഞു. അപ്പോ വഹ്മിയായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്തിയാർത്ത് ചെയ്യണ്ടല്ലോ. വഹ്മിയായിട്ട് ഒരു നുത്തക്കിനെ ഈ ഒരു ഹാലിൽ ഉണ്ടാക്കി, വഹ്മിയായിട്ട് ഉണ്ടാക്കി, സങ്കല്പിച്ചു. എന്നിട്ട് അതിലേക്ക് ഈ നുത്തക്ക് എന്ന ഒരു മാനയെ വായ്പ വാങ്ങിയതാണല്ലോ. പക്ഷെ ഈ ഇസ്തിയാർത്ത് ഫെയിലിലാണ് നടക്കുന്നത്. ഫെയിലിൽ ആര് ഇസ്തിയാർത്ത് ചെയ്താലും, ഫെയിലിൽ എങ്ങനെ ഇസ്തിയാർത്ത് നടന്നാലും എന്തേക്കാണ് തബഇയ്യത്താകും, സക്കാക്കിക്കും സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മൾ അതിന്റെ ഉമൂർ സാബിത്തത്തെ ഉമൂർ മുത്തക്കരീറത്തായ ഒരു മാന അല്ല അതിലുള്ളത്. ഓരോ മുത്തക്കരീറത്തായ മാനയാകുന്ന സമാൻ അതിലുണ്ടായത് കൊണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? അതിന്റെ ഇഷ്കാലും ജവാബൊക്കെ നമ്മൾ തുഹഫത്തുൽ ഇഖ്വാനിൽ പറഞ്ഞു. ഇനി അടുത്ത മൂന്നാം ഫരീദയിൽ ഖതീബുൽ ഖസ്വീനി തങ്ങളുടെ മദ്ഹബ്, സ്വഹീബുൽ തൽഖീസ്, ഖതീബുൽ ഖസ്വീനി തങ്ങളുടെ മദ്ഹബ് ഇസ്തിയാറത്ത് ബിൽക്കിന എന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ നടന്ന തശ്ബീഹ് ആണെന്ന്. അപ്പോ സ്വഹീബുൽ തൽഖീസ് ചെയ്യുന്നത് ഇസ്തിയാറത്ത് ബിൽക്കിന എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള തശ്ബീഹ് ആണ്. അപ്പൊ മനസ്സിൽ അവർ തശ്ബീഹ് മാത്രമേ ചെയ്യണുള്ളൂ, ഇസ്തിയാറത്തൊന്നും ചെയ്യണില്ല. മനസ്സിലായല്ലോ?
ആ തശ്ബീ മനസ്സിലൊരു തശ്ബീ നടന്നു എന്ന് അറിയിക്കാൻ തശ്ബീന്റെ അർക്കാനുകളിൽ നിന്ന് മുഷബ്ബഹും അതുപോലെ മുഷബ്ബഹയുടെ മുലായിമിനെ ഇസ്ബാത്തും ചെയ്യും. അതിലേക്ക് ഇസ്ബാത്ത് ചെയ്തിട്ടും പറയും. അത് മനസ്സിലൊരു തശ്ബീ നടന്നു എന്ന് അറിയിക്കും. ഇതാണ് ഖത്തീബുൽ ഖസ്വീനി തങ്ങളുടെ മദ്ഹബ്. അതിൽ വരുന്ന പ്രശ്നം എന്തായിരുന്നു? ഇസ്തിആറത്തുനിന്ന് പറയാൻ ന്യായമില്ല. അവിടെ ഒരു തശ്ബീ ആണുള്ളത്, ഇസ്തിആറത്ത് അതിന് പറയില്ല ഇസ്തിലാഹി ആയിട്ട്. മനസ്സിലായല്ലോ? പക്ഷെ ലുഗവി ആയിട്ടൊക്കെ ഒന്ന് തകല്ലുഫ് ചെയ്യേണ്ടി വരും. ലുഗവി ആയിട്ട് ഒരു ഇസ്തിആറത്ത്, അതായത് മുഷബ്ബഹ് ഇസ്തിആറത്ത് ഒന്നും വേണം പറയാൻ സാധിക്കൂല. ലുഗവി ആയിട്ടും ഒരു ബുഅ്ദുണ്ട്. മനസ്സിലായല്ലോ? അതാണ് ഖത്തീബുൽ ഖസ്വീനി തങ്ങളുടെ മദ്ഹബിൽ വരുന്ന പ്രശ്നം. 4ാം ഫരീദയിലാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ഇസ്തിആറത്ത് ബിൽക്കിനായ ഉള്ള ഒരു സൂറത്തിൽ, ഇസ്തിആറത്ത് ബിൽക്കിനായുടെ സൂറത്തില് മുഷബ്ബഹിന്റെ പദം അതിന്റെ അതേ മൗലൂലഹു ആയ ലഫ്ള് കൊണ്ട് തന്നെ പറയേണ്ടതുണ്ടോ? അതിന്റെ മാവുലഹു ആയ ആ ലഫ്ള് കൊണ്ട് തന്നെ പറയേണ്ടതുണ്ടോ? ഇല്ലേ? അതിൽ മുസന്നിഫ് പറഞ്ഞത് വല ഹഖു അദമുൽ വുജൂബി, അങ്ങനെ നിർബന്ധമില്ല. കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ ജായിസ് ഉണ്ട്. ഈ ഒരു മുഷബ്ബഹിനെ മറ്റൊരു വസ്തുവിനോട് ഇസ്തിആറത്ത് ചെയ്യുക. ഈ ഇസ്തിആറത്ത് ബിൽക്കിനെ അല്ലാത്ത വേറൊരു വജൂഷബ് കണ്ടിട്ട് അവിടെ മറ്റൊരു ഇസ്തിആറത്ത് ചെയ്തിട്ട് ഇസ്തിആറത്ത് തസ്രീഹ് ചെയ്തുകൊണ്ട് അവിടുത്തെ മുസ്തആറിന്റെ പദം കൊണ്ട് ഇതിനെ പറയാം. മനസ്സിലായല്ലോ? അതിന് നമ്മൾ ഖുർആനായത് പരിശുദ്ധമായ ഖുർആനിലെ ഫഅദാഖഹുല്ലാഹു ലിബാസുൽ ജൂഇ വൽ ഖൗഫി, അദാഖഹുല്ലാഹു ലിബാസുൽ ജൂഇ വൽ ഖൗഫി എന്ന ഒരു ആയത്താണല്ലോ പറഞ്ഞത്. അവിടെ ആ ഖറിയത്തിന്റെ അഹലുകാരെ അള്ളാഹു രുചിപ്പിച്ചു. എന്തിനെ? ലിബാസുൽ ജൂഇ വൽ ഖൗഫി, ഖൗഫിന്റെയും ജൂഇന്റെയും ലിബാസിനെ രുചിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഈ ജൂഅ് ഖൗഫിനാൽ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസം ഇഹാത്ത് ശരീരത്തെ വലയം ചെയ്തു നിൽക്കുന്നു, ശരീരത്തിൽ ഒന്നാകെ എങ്ങനെ വലയം ചെയ്തു നിൽക്കുന്നു എന്ന ഒരു വജഹു ശബയിൽ എന്നൊരു ബന്ധത്തിൽ, ഒരു വസ്ത്രത്തെ ഇസ്തിമാൽ എന്ന ബന്ധത്തിൽ ഒരു വസ്ത്രത്തിനോട് സാദൃശ്യമാക്കി. എന്നിട്ട് ആ ലിബാസ്, വസ്ത്രത്തിന് പറയുന്ന ലിബാസ് എന്ന പദത്തെ അതിനുവേണ്ടി വായ്പ വാങ്ങി. അപ്പോ അസറുൽ ജൂഇ വൽ ഖൗഫി, ലററുൽ ജൂഇ വൽ ഖൗഫി എന്നതിലേക്ക് ലിബാസുൽ ജൂഇ വൽ ഖൗഫി എന്ന് ഇസ്തിആറത്ത് ചെയ്തു. ഖരീനത്ത് എന്താ? ലിബാസിനെ ജൂഇ ഖൗഫിലേക്ക് ഇളാഫത്ത് ചെയ്ത് തന്നെ. ആ ജൂഇ ഖൗഫൊക്കെയാണ് ഖരീനത്ത്. മനസ്സിലായല്ലോ? അപ്പൊ ഇസ്തിആറത്ത് തസ്രീന്റെ ഖരീനത്ത് അത്. ഇനി ഈ അസറിനെ തന്നെ അതിന്റെ ആ ഒരു കറാഹിയത്ത് എന്ന വിഷയത്തിൽ അത് ആസ്വദിക്കാനുള്ള പ്രയാസം, ആ ഒരു ഇടങ്ങേറ് വിഷയത്തിൽ ഒരു എന്താണ് തുഴമിനോട് തുഴമെന്ന് പറഞ്ഞാൽ ത്വാമ ഭക്ഷണം. മനസ്സിലായല്ലോ? എന്നാൽ കരീഹത്തായ ഒരു ഭക്ഷണത്തിനോട്, വെറും ഭക്ഷണമല്ല, ഒരു കരീഹത്തായ ഭക്ഷണത്തിനോട് മുറും ബഷിയ നബി കസർ ഷീനി എന്നൊരു കിതാബ് കണ്ടു. അപ്പൊ കരീഹായ ഇഷ്ടപ്പെടാത്ത കയ്പുള്ള ഒരു ഭക്ഷണത്തിനോട് സാദൃശ്യമാക്കി അതിന്റെ മുലായമായ അദാഖ എന്നുള്ള ഇദാഖത്തിനെ ഇതിലേക്ക് ഇസ്ബാത്ത് ചെയ്തു. മനസ്സിലായല്ലോ? അതാണ് ആ ആയത്തിലുള്ളത്, തഖീലിയത്ത് എന്ന നിലയ്ക്ക്. അങ്ങനെ ആ ഇഖ്ത് തീർന്നു. ഇനി 3ാമത്തെ ഇഖ്തിൽ എന്താണുള്ളത്? ഇസ്തിആറത്ത് മക്നിയയുടെ ഖരീനത്തിന്റെ മദാഹിബ് അതിനെ അലാ വജ്ഹുൽ ഹഖ് വിശദീകരിക്കുകയാണ്. തഹ്ഖീഖ് ഖരീനത്തിൽ ഇസ്തിആറത്ത് ബിൽ കിനായ വമാ യുസ്കറു സിയാദതൻ അലൈഹാ മിൻ മുലായിമാത്തിൽ മുശബ്ബഹി ബിഹി, അതാണ്. മനസ്സിലായല്ലോ? ഏത് 3ാമത്തെ ഇഖ്തിലുള്ളത്. അപ്പൊ അതിൽ 1ാം ഫരീദ, 5 ഫരീദകളുണ്ട്. 1ാമത്തെ ഫരീദ നമ്മൾ സലഫിന്റെ മദ്ഹബിൽ എന്താണ്? നമ്മൾ മുശബ്ബഹ് ബിയുടെ മുലായിമായിട്ട് മുശബ്ബഹിനേക്ക് ഇസ്ബാത്ത് ചെയ്ത് കൊടുക്കുന്ന മുശബ്ബയുടെ മുലായിമ്, ആ മുലായിമ അതിന്റെ ഹഖീഖിയായ മാനാക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ വല്ലഹാസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുശബ്ബഹും സലഫിന്റെ മദ്ഹബിൽ മുശബ്ബഹും അതിന്റെ ഹഖീഖിയായ മാനാക്കാണ്, ഈ മുശബ്ബയുടെ മുലായിമ ഹഖീഖിയായ മാനാക്കാണ്. പിന്നെ തജവ്വുസ് എവിടെ, മജാസ് എവിടെ എന്ന് വെച്ചാൽ എവിടെയാണ്? ആ ഒരു ഇസ്നാദിലാണ് മജാസ്. അപ്പോ ഇസ്നാദിയായ മജാസ് ആകും. മനസ്സിലായല്ലോ? അപ്പോ അത് ഇവിടുത്തെ മുശബ്ബഹ് ബിയുടെ മുലായിമിനെ അതിന് ഹഖീഖിയായ മാനാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വഇന്നമൽ മജാസു ഫിൽ ഇസ്ബാത്തി, ആ ഒരു ഇസ്ബാത്തിലാണ് മജാസ് ഉള്ളത്. അപ്പോൾ ഇസ്തിആറത്ത് തഖീലിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇസ്ബാത്തുള്ള മജാസിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ അത് പ്രകാരം ഇസ്തിആറത്ത്
ഇസ്നാദിയായ മജാസിന്റെ കിസ്മിലാണ് തഖീലിയ വരിക ഖൗമിന്റെ മദ്ഹബ് പ്രകാരം. അപ്പൊ ഇസ്തിആറത്ത് എന്ന പേര് ഇസ്തിലാഹിയായിട്ട് ന്യായം വജഹില്ല പേരിടാൻ. മറിച്ച് ലോവിയായിട്ട് ഒരു ഇസ്നാദിനെ വായ്പ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു മുശബ്ബഹ് ബിഹിയുടെ മുലായിമിനെ മുശബ്ബഹിന് വേണ്ടി വായ്പ വാങ്ങുന്നു അല്ലെ, ആ ഒരു നിലക്കൊക്കെ പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു മദ്ഹബ് അവർക്കുള്ളത് എന്താ? ഇസ്തിആറത്ത് മക്കിനിയും തഖീലിയും. തഖീലി പറഞ്ഞാൽ ഇസ്ബാത്തുള്ള മജാസാണല്ലോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തലാസുമാണ്. ഇസ്തിആറത്ത് മക്കിനി ഉണ്ടാകുമ്പോൾ എല്ലാം ഇസ്തിആറത്ത് തഖീലി ഉണ്ടാകും, തഖീലി ഉണ്ടാകുമ്പോഴുള്ള മക്കിനി ഉണ്ടാകും. പക്ഷെ ഇവിടെ കിതാബിൽ പറഞ്ഞത് മക്കിനി അൻഹു, ഈ തഖീലിയെ തൊട്ട് വേർപിരിയില്ല, മക്കിനി തഖീലിയിൽ നിന്ന് വിട്ടുപോകില്ല. എവിടെ തഖീലി ഉണ്ടെങ്കിലും അവിടെ മക്കിനി ഉണ്ടാകും എന്നാണ്. എന്നാൽ ശക്കാക്കിയുടെ മദ്ഹബില് തഖീലി ഉള്ളിടത്ത് മക്കിനി ഉണ്ടാവണമെന്നില്ല. തശ്ബീന് തഖീലി ഉണ്ട്, മനസ്സിലായല്ലോ. തശ്ബീല് വരെ തഖീലി ശക്കാക്കി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ മക്കിനി ഇല്ല, തശ്ബീഹ ഉള്ളത്, തഖീലി ഉണ്ട്. അപ്പൊ ശക്കാക്കിയുടെ മദ്ഹബ് പ്രകാരം എന്നാ വിട്ടുപോകാം, മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ആ ഒരു ഭാഗം കൊണ്ടാവണം ഇത് മാത്രം പറഞ്ഞത്. ഇസ്തിആറത്ത് മക്കിനിയ തഖീലിയിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവരുടെ മദ്ഹബിൽ എന്തുണ്ട്? ഇസ്തിആറത്ത് തഖീലിയെ മക്കിനിയെയും വിട്ടുപോകില്ല. എവിടെ മക്കിനി ഉണ്ടെങ്കിലും അവിടെ തഖീലി ഉണ്ടായിരിക്കും എന്നുണ്ട്. കാരണം അതിന്റെ കരീനത്താണല്ലത്. പക്ഷെ അതിൽ ഒരു പ്രശ്നം വരാത്തത് കൊണ്ട് ഇവിടെ ആണല്ലോ സക്കാക്കി ഇതിൽ ഒരു പ്രശ്നം വരുന്നത്, അതുകൊണ്ടായിരിക്കും. ഇനി രണ്ടാം ഫരീദയിൽ ഇത് തന്നെയാണ് ഖത്തീബുൽ ഖസ്വീനി തങ്ങളുടെ മദ്ഹബും എന്ന് പറഞ്ഞു. അഥവാ അവരുടെ അടുക്കൽ ഇസ്തിആറത്ത് ബിൽക്കിന എന്ന് പറഞ്ഞാൽ തശ്ബീഹാണ്, എന്നാലും ഇത് വിട്ടുപോകില്ല. അതായത് ഖത്തീബിന്റെ മദ്ഹബിൽ എന്ത് വിട്ടുപോകില്ല? അദ്ദേഹത്തിന്റെ തശ്ബീഹ് എവിടെ തഖീലി ഉണ്ടെങ്കിലും മനസ്സിലെ തശ്ബീഹ് ഉണ്ടായിട്ടുണ്ടാകും, മനസ്സിലാണല്ലോ. ഇങ്ങോട്ട് തലാസും ഉണ്ടാകും. ആ മനസ്സിൽ തശ്ബീഹ് നടത്തിയിട്ട് ഈ ഒരു തഖീലി മൂപ്പർക്ക് വെക്കണല്ലോ. പിന്നെ മാത്രമല്ല ഈ ഇസ്ബാത്തിലാണ് മജാസ് എന്നുള്ളതും അവിടെയും. അപ്പൊ ഈ ഒരു വിഷയത്തിലൊക്കെ ഖൗമിനോട് ആര് യോജിപ്പുണ്ട്? ഖത്തീബുൽ ഖസ്വീനി തങ്ങൾ യോജിപ്പുണ്ട്. ഇസ്തിആറത്ത് ബിൽക്കിനായ ആരെന്നുള്ള വിഷയത്തില് തർക്കം എതിരുള്ളൂ. ഈ രണ്ടാമത്തെ ഫരീദയിൽ പറയുന്നത് സ്വാഹിബുൽ കശാഫ് സമഖ്ശരി ഇമാം അവിടെ എന്തു പറഞ്ഞു? നമുക്ക് മുശബ്ബഹ് ബിഹിക്ക്, ഈ മുശബ്ബഹിനിക്ക് ഒരു മുശബ്ബഹ് ബിഹിയോട് സാദൃശ്യമായ ഒരു മുലായം ഉണ്ടെങ്കിൽ, മുശബ്ബഹിനിക്ക് മുശബ്ബഹ് ബിഹിയോട് സാദൃശ്യമായ ഒരു മുലായം ഉണ്ടാവുകയും ആ ഒരു ഇസ്തിആറത്ത് ആ മുശബ്ബഹ് ബിയുടെ മുലായിമിന്റെ പദം ഈ മുശബ്ബഹിന്റെ മുലായിമിന് വേണ്ടി വായ്പ വാങ്ങാൻ ശാഇ ആവുകയും ചെയ്താൽ അവിടെ എന്തായിരിക്കും? ഈ ഇസ്ബാത്തുള്ള മജാസൽ ഉണ്ടാവുക. അവിടെ ഒരു ഇസ്തിആറത്ത് തസ്രീഹ ഉണ്ടായിരിക്കും, അതായിരിക്കും കരീനത്ത്, മനസ്സിലായല്ലോ. അപ്പൊ ഇസ്ബാത്തിലുള്ള മജാസ് ഉണ്ടാവൂല, ഈ തഖീലിയ ഇതായിരിക്കും, മനസ്സിലായല്ലോ. അങ്ങനെ ഷാഇ അല്ലെങ്കിൽ മുലായിമുണ്ട് പക്ഷെ ഷാഇ അല്ല, അല്ലാന്നുണ്ടെങ്കിൽ മുലായിമ് തീരെ ഇല്ല, അത് ഫർൾ മനിയത്തിലുള്ളത് പോലെ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താവൂല? സക്കാക്കി അല്ല സ്വാഹിബുൽ കശാഫ് അവിടെ ഇസ്തിആറത്ത് ചെയ്യൂല, ഇസ്ബാത്തിൽ തന്നെ തഖീലി തന്നെ ആക്കും കൗമ ചെയ്യുന്നത് പോലെ. കൗമ എല്ലായിടത്തും ഈ ഇസ്ബാത്തിൽ മജാസ് തന്നെ ചെയ്യുള്ളൂ. അതിന് ന്യായം ഞാൻ പറഞ്ഞത് ഒരേ സനദിൽ കിട്ടാൻ, ഒരേ ത്വരീഖും വാഹിദ. ഇസ്തിആറത്ത് തഖീലിയ എന്ന് പറഞ്ഞാൽ അത് ഏത് സ്ഥലത്തും എന്താണ്? ആ ഒരു ഇസ്നാദിയ മജാസ് ആക്കുമ്പോൾ ഒറ്റ സനദിൽ കിട്ടുമല്ലോ. അതാണ് അവരുടെ ന്യായം. ഇവരുടെ ന്യായം എന്താ? ഇവരുടെ ന്യായം ഇസ്തിആറത്ത് ആണല്ലോ, ഇസ്തിആറത്തിന്റെ അക്സാമിലാണല്ലോ തഖീലി ഉള്ളത്. അപ്പൊ പരമാവധി ഇസ്തിആറത്ത് പറ്റുന്നോടത്ത് ഇസ്തിആറത്തിന്റെ ആ ഒരു മാർഗത്ത് കൊണ്ടുവരണം, ഇസ്തിആറത്ത് ചെയ്യാൻ നോക്കണം. അങ്ങനെ പറ്റാത്തുമ്പോൾ മാത്രമാണ് ഇസ്നാദിലേക്ക് പോകേണ്ടത് എന്ന്, ഇതാണ് അവരുടെ ന്യായം, മനസ്സിലായല്ലോ. പക്ഷേ ഇനി ശേഷം മുസന്നിഫിന്റെ മുഖ്താർ വരുന്നുണ്ട്, അതിലെന്താ പറഞ്ഞത്? അത് ഷാഇ ആവണമെന്നൊന്നുമില്ല, മുലായിം ഉണ്ടായാൽ ഇസ്തിആറത്ത് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യരുത്. അപ്പൊ ആ ഒരു മദ്ഹബ് ശക്കാക്കിയുടെ സ്വാഹിബുൽ കശാഫിന്റെ മദ്ഹബിനേക്കാൾ ആമാണ്, മനസ്സിലായല്ലോ. അപ്പോ ഇതിന് ഇവിടെ ആയത്ത് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിലെ യൻഖുലൂന അഹ്ദല്ലാഹി, അവർ അഴിക്കുന്നു എന്നാണ്. നഖല എന്ന് പറഞ്ഞാൽ ഹബിൽ അഴിക്കണീനല്ല പറയാ, അഹ്ദല്ലാഹ് അള്ളാഹുവിന്റെ കരാറിനെ അഴിക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ചോദിച്ചല്ലോ എന്ത്? ഇവിടെ യൻഖുലൂന അള്ളാഹുവിന്റെ കരാറിനെ എന്താണ് ഇബ്താൽ ചെയ്യുന്നു എന്ന മാനാക്ക് നഖ്ലിനെ ഇസ്തിആറത്ത് തസ്രീഹ് തബഈ ചെയ്താൽ പോരെ?
എന്ന് മതിയല്ലോ. പക്ഷെ ഇവിടെ ജമഖ്ശരി ഇമാം എന്താ ചെയ്യണത്? ഇവിടെ ഇസ്തിആറത്ത് മക്കിനിയുണ്ട്. എന്നിട്ട് തഖീൽ ഇവിടെ മുഷബ്ബഹിന്റെ മുലായിമിന് വേണ്ടി മുഷബ്ബഹിയുടെ മുലായിമിനെ വായ്പ വാങ്ങിയതാണ്, അത് വ്യാപകവുമാണ് എന്നാണ് പറയണത്. അഥവാ അള്ളാഹുവിന്റെ കരാറിനെ ഒരു കയറിനോട് വസ്ലത്തിന്റെ ബന്ധത്തില് ബന്ധം ആ ഒരു വിഷയത്തില് എന്താണ് ഒരു കയറിനോട് സാദൃശ്യമാക്കി. എന്നിട്ട് മനസ്സിൽ ഒരു ഇസ്തിആറത്ത് ചെയ്തു, ഹബലിനെ ഇസ്തിആറത്ത് ചെയ്തു, ഖുദ്ദിറ ഇസ്തിആറത്തുഹു. എന്നിട്ട് ഈ അഹദിനെ പറഞ്ഞു, അള്ളാഹുവിന്റെ അഹദിനെ പറഞ്ഞു. എന്നിട്ട് അതിലേക്ക് ഹബലിന്റെ മുലായിമായ യങ്കുലൂന എന്നതിനെ പറഞ്ഞു. ഇവിടെ ജമഖ്ശരി ഇമാം ഈ നഖ്ൽ എന്ന പദത്തിനെ ഇബ്താൽ എന്ന മാനയിൽ ഉപയോഗിക്കൽ വ്യാപകമായതുകൊണ്ട് അവിടെ ഈ ഇസ്നാദിൽ ഇസ്ബാത്തിൽ മജാസില്ല. അവിടെ യങ്കുലൂന എന്നുള്ള യുബത്തിലു എന്നുള്ള മാനാക്ക് ഇസ്തിആർത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഷായി ആയതുകൊണ്ട് മനസ്സിലായല്ലോ. അപ്പോഴാണ് നിങ്ങൾ ചോദിച്ചത് എന്തിനാണ് അതിന്റെ ആവശ്യം, ഇസ്തിആർത്ത് തബഈ അവിടെ ഉണ്ടല്ലോ എന്ന്. പിന്നെ എന്തെങ്ങനെ ഇങ്ങനൊരു ഇത് ലഭിക്കുക? മാത്രവുമല്ല യങ്കുലൂന എന്ന് പറഞ്ഞാൽ യുബത്തിലൂന എന്നാണ് അർത്ഥം എന്നുണ്ടെങ്കിൽ യുബത്തിലൂന അഹദല്ലാഹി എന്നാകും. അപ്പൊ അള്ളാഹുവിന്റെ കരാറിനെ പൊളിക്കാൻ നീക്കാർ അർത്ഥം. അപ്പൊ പിന്നെ എങ്ങനെയാണ് മനസ്സിലൊരു ഇസ്തിആറത്ത് ഇവിടെ നടന്നുകിണെന്ന് അറിയിക്കുക? അള്ളാഹുവിന്റെ കരാറിനെ പൊളിക്കാൻ അർത്ഥം കിട്ടിയാൽ ഇനി ഇവിടെ ഒരു തജവൂസിലേക്ക് പോവാൻ മനസ്സിലൊരു ഇസ്തിആറത്ത് നടക്കുന്ന ഒരു ദലാലത്ത് ഇവിടെ ഇല്ലല്ലോ. അതിന് നമ്മള് മുഫ്തി സാദന് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ ഷാഇ ആയത്, അതായത് നഖല എന്നതിന് അബുത്തല എന്നുള്ള മാനാക്ക് ഇങ്ങനെ ഇസ്തിആർത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈ അഹദിനെ ഹബലിലേക്ക് ഇസ്തിആർത്ത് ചെയ്തിരിക്കണം. അഥവാ അഹദിനെ ഹബലിലേക്ക് ഇസ്തിആർത്ത് ചെയ്തതിനോട് താബിയായിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ നഖൽ എന്ന മാനാക്ക്, നഖലിനെ ഇബ്താൽ എന്ന മാനാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെങ്കിലും നഖലിനെ ഇബ്താൽ എന്ന മാനാക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അഹദിനെ ഹബൽ അങ്ങനെ ഹബലിനോട് സാദൃശ്യമാക്കിയിരിക്കണം. മനസ്സിലായില്ലേ? ഈ അഹദിനെ സംബന്ധിച്ചിട്ട് നഖൽ എന്ന്, അതിന്റെ ഇബ്താലിനെ സംബന്ധിച്ച് നഖൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അഹദിനെ ഹബലിനോട് സാദൃശ്യമാക്കിയിരിക്കണം. അപ്പോൾ നഖൽ എന്ന് പറഞ്ഞാൽ ഇബ്താൽ എന്ന് പറയുമ്പോൾ ഇസ്തിആർത്ത് നടന്നു. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഹദിനെ ഹബലിനോട് സാദൃശ്യമാക്കി ഇദ്യാ ചെയ്ത് ഇസ്തിആർത്ത് ചെയ്തിരിക്കണം എന്നുള്ളത് ലഭിക്കണം എന്നതാണ് അതിന്റെ മറുപടി. ഓക്കെ അല്ലേ? ഇനി സക്കാക്കി ഇമാമിന്റെ മദ്ഹബ്. സക്കാക്കി ഇമാം എന്താ പറഞ്ഞത്? ഈ ഇസ്തിആറത്ത് തഖീലിയ എന്ന് പറഞ്ഞാൽ അഥവാ മക്കിനിയയുടെ കരീനത്ത് ആരാണ്? ആ മുശബ്ബഹ് ബിഹിയുടെ മുലായിമ ഉണ്ടല്ലോ, മുശബ്ബിയുടെ മുലായിമ തന്നെയാണ് നഫ്സു മുലായിമിൽ മുശബ്ബഹി ബിഹി. അതാണ് കരീനത്ത്. അതെങ്ങനെ കരീനത്താകുന്നത്? അവിടെ ഈ അൽഫാറുൽ മനിയത്തി എടുത്താൽ ഈ മനീയത്തിനിക്ക് ഒരു വഹ്മിയായിട്ട് ഖുവ്വത്ത് വാഹിമ കൊണ്ട് അവിടെ ഒരു വഹ്മിയായ നഖങ്ങൾ അൽഫാറുകൾ സങ്കല്പിച്ചിട്ട് അതിനെ ഈ ഒറിജിനൽ നഖങ്ങളോട് സാദൃശ്യപ്പെടുത്തി, രൂപസാദൃശ്യത ഉണ്ടാവുമല്ലോ, സാദൃശ്യപ്പെടുത്തി ഒരു ഇസ്തിആർത്ത് തസ്രീഹിയ ചെയ്തതാണ് സക്കാക്കി ഇമാം. അതിന് വഹ്മിയായ വസ്തുവാണ് മുസ്താർ ലഹു എങ്കിൽ അതിനേക്ക് തഖീലിയ എന്നും പറയും. സക്കാക്കി ഇമാം അതിന് ഇസ്തിആർത്ത് തഖീലിയ എന്നും പറയും. മനസ്സിലായല്ലോ? അപ്പൊ വഹ്മിയായ അംറിൽ മുസ്തഅമലായതാണ്. മുസന്നിഫ് അതിനെ പറ്റി പറഞ്ഞതുപോലെ യഖ്ഫ അന്നഹു തഅസ്സുഫുൻ, അത് തകല്ലുഫാണ്. ഒരു വഹ്മിയായ അംറിൽ ഇസ്തിഅമാലിൽ ലുഗത്തിൽ ഒരു മുസ്തനദ് വേണ്ടേ? ലുഗത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കബൂലിയത്ത് വേണ്ടേ? അതിനെ പറ്റി അന്വേഷിക്കാം. ഇനി നാലാം ഫരീദയിലുള്ളത് എന്താ? നാലാം ഫരീദയിൽ പറഞ്ഞത് മുസന്നിഫിന്റെ മുഖ്താറാണ്. 3 മദ്ഹബ് പറഞ്ഞതിന് ശേഷം മുസന്നിഫ് സെയ്ദ് ഷരീഫ് ജുർജാനി തങ്ങളുടെ ഹാഷിയത്തുൽ മുത്തവല്ല ഹാഷിയയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഈ പറയുന്നത്. അതാണ് മൂപ്പര് ഇഖ്തിയാർ ചെയ്യുന്നത്. അതായത് ഷായി ആവണമെന്നില്ല, മുഷബ്ബഹിനിക്ക് അതിനൊക്കെ ഒരു മുലായിമ, മുഷബ്ബഹിന്റെ മുലായിമിനോട് സാദൃശ്യമായ മുലായിം ഉണ്ടെങ്കിൽ ഇസ്തിആറത്ത് അവിടെ ഇസ്തിആറത്തായിരിക്കും റാജിഹ്. അപ്പോ അങ്ങനെ ഇല്ല എങ്കിൽ അവിടെ ഇസ്തിആറത്ത് ഉണ്ടാവില്ല. ആ ഇസ്നാദിയ മജാസാക്കും കൗമ് ചെയ്യുന്നത് പോലെ. ഇതാണ് മുസന്നിഫിന്റെ മദ്ഹബ്. അപ്പൊ ഷായി ആവണമെന്ന ജമഖ്ശരി ഇമാമിന്റെ ആ ഒരു വാദം ഇവർക്കില്ല. മനസ്സിലായല്ലോ? അതാണ് നാലാമത്തെ ഫരീദയിലുള്ളത്. മനസ്സിലായല്ലോ? ഇനി 5ാം ഫരീദ എന്താ? ഈ തർശീഹ് ആർക്കെല്ലാം ഉണ്ടാകും എന്നാണ് അല്ലേ? തർശീഹ് നമുക്കറിയാം, ഇസ്തിആറത്ത് മുസറഹയുടെ ഖരീൻ, ഏത് തർശീഹ് ആണെങ്കിലും കരീനത്ത് കഴിഞ്ഞിട്ടേ പരിഗണിക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരിക്കണല്ലോ.
കരീനത്ത് കഴിഞ്ഞിട്ടേ തർശീനും തജ്രീദിനും ഒക്കെ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തസ്രീഹയുടെ കരീനത്തിനെ സംബന്ധിച്ചിട്ട് തജ്രീദ് എന്ന് പറയുകയില്ല. മക്നിയുടെ കരീനത്തിനെ സംബന്ധിച്ചിട്ട് അഥവാ ഈ മുലായിമ ഉണ്ടല്ലോ അതിനെ സംബന്ധിച്ചിട്ട് തർശീഹ് എന്നൊന്നും പറയുകയില്ല. കരീനത്ത് കഴിഞ്ഞിട്ട് പറയുന്ന മുലായിമാത്തുകൾ മുഷബ്ബയുടെ മുലായിമിന് തർശീഹ് എന്നും മുഷബ്ബഹിന്റെ മുലായിമിന് തജ്രീദ് എന്നും പറയുന്നു. ഇവിടെ തജ്രീദിലേക്ക് മുസന്നിഫ് പോകുന്നില്ല, തർശീഹിന്റെ ചർച്ച മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോ എന്താ പറഞ്ഞത്? കമാ യുസമ്മ മാസാദ അലാ ഖരീനത്തിൽ മുസറദ് മിൻ മുലായിമാത്തിൽ മുശബ്ബഹി ബിഹി തർശീഹൻ, അതിന് തർശീഹായിട്ട് തർശീഹ് എന്ന് പേര് പറയുന്നത് പോലെ തന്നെ കദാലിക യുഅദ്ദു മാസാദ അലാ ഖരീനത്തിൽ മക്നിദി മിൻ മുലായിമാത്ത്, ചില നുസ്ഖയിൽ മിനൽ മുലായിമാത്ത് എന്നുണ്ട്. അപ്പൊ അല്ലേ അഹദിന്റെ അല്ലേക്കിയാൽ മതി, മുശബ്ബയുടെ മുലായിം തന്നെ ആവണല്ലോ. അതിനിക്ക് മക്നിയന്റെ കരീനത്തിന്റെ ശേഷം വന്നത് ഈ മക്നിയുടെ എന്താണ് തർശീഹായിട്ട് എണ്ണാം. അൽഫാറുൽ മനീയത്തിൽ നിന്നുള്ള ഇസ്തിയാറത്ത് മക്നിയും അതിന്റെ തഖീലിയും കഴിഞ്ഞ ശേഷം നശിബത്ത് ഇസ്തിയായ തഅല്ലുഖിനാണല്ലോ, ഇർത്തിബാത്തിന് റബത്തിന് നഷ്ബിനാണ്, അതാണ് ഉദ്ദേശം. മനസ്സിലായല്ലോ? അല്ലാതെ അഖ്ലിയായിട്ടുള്ള അതിനല്ല പറയുക. അപ്പൊ ആ നശിബ എന്നുള്ളത് അത് സിംഹമാകുന്ന, അതാണല്ലോ മുശബ്ബഹ് ബിഹി, സിംഹത്തിന്റെ മുലായമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആ മക്കിനിയയുടെ ഇസ്തിയാറത്ത് മക്കിനിയന്റെ എന്തായിരിക്കും? തർശീഹായിട്ട് നശിബനെ പറയാം. ഇനി അവർ പറയുക എന്ത്? ഈ വയജൂസു ജഅലുഹു തർശീഹൻ ലിതഖീലിയ, ഇവിടെ ഇസ്തിയാറത്ത് മക്കിനിയുടെ തർശീഹ് അങ്ങനെ ചെയ്യാം. അല്ല, അവിടെ തഖീലിയ ഉണ്ടല്ലോ. ഏത് തഖീലിയ ഉണ്ട്? തഖീലിയ എന്ന് പറയുമ്പോ അത് ആരും ആകാം. തഖീലിയ സക്കാക്കി ഇമാമിനുണ്ട്, അതുപോലെ കൗമിനുണ്ട്, സലഫിനുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോ മുസന്നിഫ് പറഞ്ഞു തഖീലിയക്കും ആകാം, അല്ലെങ്കിൽ അവൽ ഇസ്തിയാറത്ത് തഹ്ഖീഖിയൊക്കെ ആകാം. അത് സ്വാഹിബുൽ കശാഫിന്റെ അല്ലെങ്കിൽ മുസന്നിഫിന് മുഖ്താറൊക്കെ എടുത്തോളി. അവിടെയൊക്കെ ഇസ്തിയാറത്ത് തഹ്ഖീഖിയ തസ്രീഹിയ എന്നാണല്ലോ. അപ്പോ ഇസ്തിയാറത്ത് തസ്രീഹിയ, അപ്പൊ അവിടെ മുശബ്ബഹുബിയുടെ മുലായിമിനെ പറഞ്ഞാൽ തർശീഹാക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഇസ്തിയാറത്ത് തഹ്ഖീഖിയന്റെ മുലായിമ് തർശീഹായിട്ട് എണ്ണാം. മുലായിമിനെ പറഞ്ഞിട്ട് അതിനെ തർശീഹാക്കാം എന്നത്, അല്ലെങ്കിൽ ഇസ്തിയാറത്ത് തഹ്ഖീഖ് തർശീഹ് ഉണ്ടാകും എന്നത് അത് ലാഹിറാണ്. കാരണം ഇസ്തിയാറത്ത് തഹ്ഖീഖിയാണ് തസ്രീഹയ്ക്ക് ഉണ്ടാകും, നേരത്തെ പറഞ്ഞല്ലോ. ഇസ്തിയാറത്ത് അതുപോലെ തന്നെ ലാഹിറാണ് സക്കാക്കിയുടെ മതം പ്രകാരമുള്ള തസ്രീഹിയും, കാരണം അതും ഇസ്തിയാറത്ത് തസ്രീഹിയാണ് ആണല്ലോ, തസ്രീഹയ്ക്ക് ഉണ്ടാകും, നേരത്തെ പറഞ്ഞു. ഇനി കൗമിന്റെ മതബ് പ്രകാരം ഇസ്തിയാറത്ത് തർശീഹ് ഉണ്ടാവുമോ? കൗമിന്റെ മതബ് പ്രകാരമുള്ള തഖീലിയക്ക് തർശീഹ് ഉണ്ടാവുമോ? അതും ഉണ്ടാകും. കാരണം അഖ്ലിയായ മജാസിലും എന്തുണ്ടാകും? തർശീഹ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ്? മാഹുലഹു, അഥവാ അൽഫാറുൽ മനീയത്തി എന്നുള്ളടത്ത് അൽഫാറിനെ യഥാർത്ഥത്തിൽ ചേർക്കേണ്ടത് ആരിലേക്കാ? ഈ അൽഫാറിന്റെ യഥാർത്ഥ മാഹുലഹു എന്നുള്ള സബുവാണ്. അപ്പൊ സബുവിന്റെ മുലായിമിനെ പറയാന്നാവും. മനസ്സിലായില്ലേ? അപ്പൊ മാഹുലഹുവിന്റെ മുലായിമിനെ പറയൽ കൊണ്ട് തർശീഹ് ലഭിക്കും. ഇനി തശ്ബീഹിനിക്കും ഉണ്ടാകും, എന്ത് തർശീഹ് ഉണ്ടാകും? മുശബ്ബഹയുടെ മുലായിമിനെ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ മജാസ് മുർസലിനിക്കും ഉണ്ടാകും, അല്ലെ? മജാസ് മുർസലി ആരെ പറയണം? മാ വുളിയ ലഹുവിന് പറയണം. മനസ്സിലായല്ലോ? അപ്പൊ അതിനുദാഹരണം റാവിയത്ത് പറഞ്ഞ മസാദത്ത് ഉദ്ദേശിക്കുന്നു. ഈ റാവിയത്തിന്റെ യഥാർത്ഥ മാന എന്താ? ആ മാനാക്ക് ഉള്ളത് പറയുക, അതിന്റെ മുലായിമിനെ പറയുക. മനസ്സിലായല്ലോ? അപ്പൊ മാവുലിയ ലഹു അതിന്റെ മുലായിമിനെ പറയുക. ഓക്കെ, അതാണ് പറഞ്ഞത്. പിന്നെ അവസാനമായിട്ടുള്ള ചർച്ച എന്തായിരുന്നു? ഒരു എന്താണ് കരീനത്ത് ഇസ്തിയാറത്ത് തഖീലിയ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇസ്തിയാറത്ത് മക്കിനിയ. അവിടെ മുശബ്ബഹിനോട് കൂടെ മുശബ്ബഹ് ബിഹിയുടെ രണ്ട് മുലായിമുണ്ട്. അതിൽ ആരെ കരീനത്താക്കണം, ആരെ തർശീഹാക്കണം എന്നാണ്. അതിനെന്താ മുസന്നിഫ് പറഞ്ഞത്? ഖുവ്വത്തുൽ ഇഖ്തിസാസ്, ഈ വസ്തുവുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ശക്തമായിട്ട് ഇഖ്തിസാസ് ഉള്ളതാരോ അതിനെ കരീനത്താക്കണം, മറ്റാളെ എന്ത് ചെയ്യണം? തർശീഹാക്കണം. അവിടെ പലർക്കും പല മദ്ഹബാണ്.
അവിടെ നിങ്ങൾ എടുത്തു നോക്കി ഇസാം എന്നവരുടെ ഷറഹൊക്കെ എടുത്തു നോക്കി, അവിടെ മദബ് വേറെനും സാമീന് കൂടുതൽ മനസ്സിലാവുന്നത് അതിനെ കരീനത്താക്കണം. സാമിയെ വേഗം മനസ്സിലാക്കി എടുക്കണത് അതിനെ കരീനത്തായി കാണണം, മറ്റീനെ ദർശിയായി കാണണം. അവിടെ പല മതബുണ്ട്, പല ആളുകളും പല അഭിപ്രായം പറഞ്ഞാണ്, മനസ്സിലായല്ലോ. അതുപോലെ നിങ്ങൾ പറഞ്ഞല്ലോ എന്ത്, ആദ്യം പറഞ്ഞ ആള് എന്താണ് അടുത്ത് പറഞ്ഞ, ആദ്യം പറഞ്ഞ ആള് കരീനത്തും പിന്നീട് പറഞ്ഞ ആളെ എന്തുവാക്ക ദർശിവാക്കാന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ ചർച്ച ആലോചിച്ചിട്ട് നിങ്ങളുടെ മതബ് നിങ്ങൾ സ്വീകരിച്ചോളി. ഇത്രയാണ് ഈ കിതാബിലുള്ളത്, മനസ്സിലായല്ലോ. അപ്പൊ ശരിക്ക് ഇതിന്റെ ഹാഷിയ ഒരുപാട് ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഹാഷിയകൾ നല്ലോണം വായിച്ചു നോക്കുക. ഞാൻ പറയാൻ സബക്ക് എടുത്തപ്പോ പറയാൻ വിട്ട ഒരുപാട് വിഷയങ്ങൾ ഹാഷിയകളിലുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, ഒരുപാടുണ്ട്, മനസ്സിലായല്ലോ. എന്നാ അവസാനിപ്പിക്കല്ലേ. വസ്സലല്ലാഹു വസ്സലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.